നമസ്കാരം, ഞാൻ ഡോക്ടർ ശില്പ കൂത്തട്ടുകുളം SRS IND ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സ്ക്വിൻറ്റ് അഥവാ സ്ട്രാബിസ്മസ് അല്ലെങ്കിൽ കോങ്കണ്ണ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കോങ്കണ്ണ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കൃഷ്ണമണി, രണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണി നേരെ ഇരിക്കുന്നതിന് പകരം ഒന്നുകിൽ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് അല്ലെങ്കിൽ മേളിലേക്കോ താഴേക്കോ സ്ഥാനം മാറിയിരിക്കുന്നതാണ് കോങ്കണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ കോങ്കണ്ണ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോങ്കണ്ണിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ജന്മനാ വരുന്ന കോങ്കണ്ണാവാം, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഇൻഫെക്ഷനോ നീർക്കെട്ടോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കോങ്കണ്ണ് വരാം. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ കോങ്കണ്ണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ അവർക്ക് ജന്മനാ കോങ്കണ്ണ് വരാം, അല്ലെങ്കിൽ പിന്നീട് വരാം. ഈ ജന്മനുള്ള കോങ്കണ്ണ് എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് ഒരു 4-5 മാസം വരെയൊക്കെ ചിലപ്പോൾ കൃഷ്ണമണി അകത്തേക്ക് ഇരിപ്പുണ്ടാവും. പക്ഷെ ഒരു 6 മാസം കൊണ്ട് അത് നോർമലാവും. അത് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷെ 6 മാസത്തിന് ശേഷവും കുഞ്ഞിന്റെ കൃഷ്ണമണി ഇങ്ങനെ സ്ഥാനം മാറി ഇരിപ്പുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞിന്റെ കാഴ്ചയും അതുപോലെ കണ്ണും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ജന്മന ഇങ്ങനെ കോങ്കണ്ണ് വരാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നമാവാം. രണ്ടാമത് നമ്മുടെ കണ്ണിൻ്റെ തന്നെ പ്രശ്നമാവും. അതായത് ജന്മനമുള്ള തിമിരോ അല്ലെങ്കിൽ ഞരമ്പിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും പവറിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യിക്കണം. ടെസ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ കാഴ്ച നോക്കും. ഈ കോങ്കണ്ണ് എത്രയുണ്ട് എന്നറിയാനായിട്ട് നമുക്ക് ടെസ്റ്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്യും. 3D വിഷൻ നമ്മൾ ചെക്ക് ചെയ്യും. കോങ്കണ്ണ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ 3 ഡയമെൻഷണൽ വിഷൻ പോകും. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യും. പിന്നെ മരുന്ന് വെച്ചിട്ട് തിമിരോ ഞരമ്പും എല്ലാം ചെക്ക് ചെയ്യും. എന്തെങ്കിലും പ്ലസ് പവറോ മൈനസ് പവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. ഇപ്പോൾ തിമിരാണെങ്കിൽ അതിൻ്റെ സർജറി, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്ലസ് പവറോ മൈനസ് പവറോ ആണെങ്കിൽ അതിനുള്ള ഗ്ലാസ്, അങ്ങനെ നമുക്ക് കോങ്കണ്ണ് അങ്ങനെ തന്നെ ശരിയായിക്കോളൂ. ഇത് കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് കോങ്കണ്ണ് ശരിയായിക്കോളൂ. ഇനി ഇതൊന്നും അല്ലാതെയും കുഞ്ഞിന് കോങ്കണ്ണ് വരാം. അപ്പോൾ അതൊന്നും നമുക്ക് മരുന്നൊഴിച്ച് ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ ഓപ്പറേഷനായിട്ട് തന്നെ അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണമണി നിയന്ത്രിക്കാനായിട്ട് കുറച്ച് മസിൽസ് ഉണ്ട് നമുക്ക്. ഇതിൽ ചില മസിൽസ് ഒരുപാട് പ്രവർത്തിക്കുകയും ചില മസിൽസ് കുറച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കൃഷ്ണമണി ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മസിലിന് വേണ്ട സർജറിയാണ് ചെയ്യുക. ഇതങ്ങനെ പേടിക്കാനുള്ള ഒരു സർജറി അല്ല. നമ്മുടെ കണ്ണിന്റെ വെള്ളയുടെ പുറത്താണ് ഈ മസിൽസ് ഉള്ളത്. അതിനുള്ള സർജറി ചെയ്യുക. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ കുഞ്ഞ് റിക്കവർ ചെയ്യും. ഇതിനങ്ങനെ ഒരു പ്രായപരിധി ഒന്നുമില്ല. കുഞ്ഞിന്റെ കാഴ്ചനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കോങ്കണ്ണാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ സർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് കരുതി എല്ലാ കോങ്കണ്ണിനും നമുക്ക് സർജറിയുടെ ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ദിവസത്തിൽ പകുതി സമയത്ത് കൂടുതലും കോങ്കണ്ണുണ്ട്, കുഞ്ഞിന്റെ കാഴ്ചനെ അത് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇതിൽ മാത്രമാണ് നമ്മൾ തിരക്ക് പിടിച്ച് സർജറി ചെയ്യേണ്ടു. അല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഒരുപാട് ക്ഷീണം വരുമ്പോൾ മാത്രമേ കോങ്കണ്ണുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഈ കോങ്കണ്ണിനെ സിഗരറ്റും ചെക്ക് ചെയ്ത് കാഴ്ചനെ അത് ബാധിക്കുന്നുണ്ടോ നോക്കി അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയാണ് ജന്മനുള്ള കോങ്കണ്ണ്. ഇനി ഇതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് വരുന്ന കോങ്കണ്ണുണ്ട്. അതിപ്പോൾ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ സ്ക്രീൻ ടൈമും ഫോൺ യൂസേജും ഒക്കെ കൂടുന്ന കാരണം വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വരുന്ന കോങ്കണ്ണിന് എല്ലാത്തിനും നമുക്ക് ബ്രെയിനിന്റെ സ്കാൻ എടുക്കുന്നത് പ്രധാനമാണ്. അതെടുത്ത് ബ്രെയിന് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ ഈ നിയർ വർക്കൊക്കെ കുറയ്ക്കുക. പിന്നെ ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കോങ്കണ്ണ് വരാം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പേടിക്കാനില്ല. അത് പതുക്കെ റിക്കവർ ചെയ്ത് വരും. കുറച്ച് മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് മാത്രം. കുഞ്ഞുങ്ങളുടെ കോങ്കണ്ണ് നമ്മൾ തക്ക സമയത്ത് തന്നെ കണ്ടെത്തി അതനുസരിച്ചുള്ള കറക്ഷൻ ചെയ്തില്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കാഴ്ചക്കുറവിലേക്ക് കുഞ്ഞ് വഴുതിപ്പോവും. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.